പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ ഒരു 8 പഠിച്ചുറപ്പിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ ഒരു 4 അനുബന്ധ പദ്ധതികൾ പഠിച്ചു അല്ലേ. അങ്ങനെ മൊത്തം 12 പ്രത്യേക ഏജൻസികൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര പ്രത്യേക ഏജൻസി ഉണ്ട്? ആ 3 പ്രത്യേക ഏജൻസികൾ. ആ 3 പ്രത്യേക ഏജൻസികളും നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കും. ഇത് കൂടാതെ കുറേയധികം സ്വതന്ത്ര ഏജൻസികളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, യെസ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, UNWTO. ഈ UNWTO എന്ന് പറഞ്ഞാൽ പലപ്പോഴും WTO എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക തൊഴിൽ സംഘടന. അത് അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന 1995 രൂപീകരിക്കപ്പെട്ട ഒരു സ്വതന്ത്ര അന്തർദേശീയ സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. അതും ഐക്യരാഷ്ട്രസഭ തമ്മിൽ ഒരു ബന്ധവുമില്ല. അബദ്ധത്തിൽ പോലും അതിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് UNWTO. സ്ഥാപിതമായത് 1975 ജനുവരി മാസം 2-ാം തീയതി. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായിട്ട് മാറിയത് 2003 ആസ്ഥാനം സ്പെയിനിലെ മാഡ്രിസ് ആണ്. അംഗസംഖ്യ 160. എന്താണ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ലക്ഷ്യമായിരിക്കുക? സ്വാഭാവികമായിട്ടും ആ വാക്കിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഗോളതലത്തില് ഉത്തരവാദിത്ത സുസ്ഥിര വികസന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആഗോളതലത്തിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണം. അത് ഏത് തരത്തിലുള്ളതായിരിക്കണം? ഉത്തരവാദിത്വ വിനോദസഞ്ചാരവും സുസ്ഥിര വികസനവും. റെസ്പോൺസിബിൾ ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസം എന്നാണ് നമ്മൾ പറയുക. റെസ്പോൺസിബിൾ ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭൂപ്രദേശത്ത് വിനോദസഞ്ചാരത്തിന് പോയി. അവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ അവിടുത്തെ മലിനീകരണം പ്രതീക്ഷിക്കാൻ പാടില്ല. സുസ്ഥിര വികസന ടൂറിസം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസം, പരിസ്ഥിതിയെ ഒരു കാരണവശാലും ബാധിക്കുന്ന ചെറുതോ വലുതുമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലെന്നർത്ഥം. അപ്പൊ ആഗോളതലത്തില് ഉത്തരവാദിത്ത സുസ്ഥിര വികസന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഓക്കെ അല്ലെ? റെസ്പോൺസിബിൾ ടൂറിസവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസവും, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ക്ലിയർ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ഇത്രയുള്ള നമുക്ക് പഠിക്കാം. അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ 15 ഉണ്ട്. അതിൽ 13ാമത്തത് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, സ്ഥാപിതമായത് 1975 ജനുവരി 2. യുഎന്നിന്റെ പ്രത്യേക ഏജൻസിയായി മാറിയത് 2003 ആസ്ഥാനം സ്പെയിനിലെ മാഡ്രിസ് ആണ്. അംഗസംഖ്യ 160. ലക്ഷ്യം ആഗോളതലത്തിൽ ഉത്തരവാദിത്ത സുസ്ഥിര വികസന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികൾ പഠിക്കാനുണ്ട്. അത് ഒന്ന് ലോകബാങ്ക് ആണ്, 2 IMF. ആ 2 സംഘടനകൾ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനമാണ് ബ്രെട്ടൻ വുഡ് സമ്മേളനം. ബ്രെട്ടൻ വുഡ് സമ്മേളനം നടത്തപ്പെട്ടത് 1944 ജൂലൈ 1 മുതൽ 22 വരെ. സ്ഥലമെന്ന് പറയുന്നത് വാഷിംഗ്ടൺ. പങ്കാളിത്തം 44 രാജ്യങ്ങളിൽ നിന്നായി 730 അംഗങ്ങൾ പങ്കെടുത്തു. ഇന്ത്യക്കാരും പങ്കെടുത്തോ? ഉണ്ട് കേട്ടോ, ഇന്ത്യക്കാരും പങ്കെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഇർവിൻ ഫിഷറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സമ്മേളനം നടത്തപ്പെട്ടത്. വിളിച്ചുകൂട്ടിയത് അമേരിക്കൻ സ്റ്റേറ്റ് ആണ്. എന്നാൽ ആരുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവിടെ ആരാ? ഇർവിൻ ഫിഷറുടെ നേതൃത്വത്തിൽ. പങ്കെടുത്ത ഇന്ത്യക്കാരാണ് ആരൊക്കെ? RK ഷൺമുഖം ചെട്ടി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആരാണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അല്ലെ. CD ദേശ്മുഖ്, റിസർവ് ബാങ്ക് ഗവർണറായി സേവനം ചെയ്ത വ്യക്തി. പിന്നെ BK മദനം. ഈ പേരൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്ര പേരാ പങ്കെടുത്തേ? 3 പേര്. RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, പിന്നെ BK മദൻ എന്നിവർ. ഈ ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളാണ്, അഥവാ ലോകത്തെ പ്രധാനപ്പെട്ട 2 സംഘടനകളാണ്
ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും അഥവാ IMF. അതുകൊണ്ട് ഇവയെ ബ്രെട്ടൻ ഇരട്ടകൾ, ബ്രെട്ടൻ സഹോദരിമാർ എന്ന് വിളിക്കാറുണ്ട്. ബ്രെട്ടൻ സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ബ്രെട്ടൻ സമ്മേളനം ഡേറ്റ് 1944 ജൂലൈ 1 മുതൽ ജൂലൈ 22 വരെ വാഷിംഗ്ടണിൽ വെച്ച് നടന്നു. പങ്കാളിത്തം 44 രാജ്യങ്ങളിൽ നിന്നായി 730 അംഗങ്ങൾ. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എർവിൻ ഫിഷർ ആയിരുന്നു. പങ്കെടുത്ത ഇന്ത്യക്കാരെന്ന് പറയുന്നത് RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, BK മദൻ എന്നിവർ. ബ്രെട്ടൻ ഇരട്ടകൾ അഥവാ ബ്രെട്ടൻ സഹോദരിമാരെന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. ഇവ അന്തർദേശീയ സംഘടനകളാണ്. അതേസമയം തന്നെ എന്തിന്റെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുമാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ 14ാമത്തെ ഏജൻസി ലോകബാങ്ക്. ലോകബാങ്ക് സ്ഥാപിതമായത് 1945 ഡിസംബർ 27-ന്. പ്രവർത്തനം ആരംഭിച്ചതാകട്ടെ 1946 ജൂൺ 25-ഉം. 2 ഡേറ്റ് ഓർമ്മിക്കുക. ലോകബാങ്ക് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം എന്നാണ് ചോദ്യമെങ്കിൽ ബ്രെട്ടൻ സമ്മേളനം പറയണം. ബ്രെട്ടൻ സമ്മേളനം 1944 ജൂലൈ 1 തൊട്ട് 22 വരെ. ആ സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് 1945 ഡിസംബർ 27-നാണ് എന്ത് രൂപീകരിക്കുക? ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അംഗരാജ്യങ്ങൾ 190. അവസാനം അംഗമായ രാജ്യം എന്ന് പറയുന്നത് അൻഡോറ. അവസാനം അംഗരാജ്യം അൻഡോറ. പേരിൽ പറയുന്നത് പോലെ തന്നെ ലോക ബാങ്ക്, ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന സ്ഥാപനം. അതുകൊണ്ട് തന്നെ ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി വർക്കിംഗ് ഫോർ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ലോകബാങ്ക് സ്ഥാപിതമായത് 1945 ഡിസംബർ 27. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ മാസം 25-ാം തീയതി. ഓക്കെ, ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അംഗരാജ്യങ്ങൾ 190. അവസാന അംഗം എന്ന് പറയുന്നത് അൻഡോറ. ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ചുമതല ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. എന്താണ് ചുമതല? ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അംഗരാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നു. ലോക വികസന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ രാജ്യങ്ങൾ ഓരോ വർഷവും എത്ര വികസനം നേടും എന്ന റിപ്പോർട്ട്, ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അംഗരാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നു. പ്രധാനമായും ഈ 2 ജോലിയാണ്. ലക്ഷ്യം ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുക. അപ്പൊ ഇവര് കറൻസി അച്ചടിക്കൂ. ഇവർക്ക് പിന്നെ കാശ് എവിടുന്ന? കാശ് കൊടുക്കുന്നത് ആരാണ്? വികസിത രാജ്യങ്ങളാണ്. കാരണം ലോകബാങ്കിനെ സംബന്ധിച്ച് അവരുടെ മൂലധനത്തിൽ ഭൂരിപക്ഷവും ആരാണ് നൽകിയിരിക്കുന്നത്? അമേരിക്കയാണ്. കാരണം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ കയ്യിൽ കാശുള്ളത് അമേരിക്കയ്ക്ക് മാത്രമല്ലേടെ. അതുകൊണ്ട് 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക നേരിട്ട് രാജ്യങ്ങൾക്ക് വായ്പ കൊടുത്തു. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതായ ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ലോകത്തെ ബാങ്കുകളൊക്കെ തകർന്ന് തരിപ്പണമായി. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്ത് ചെയ്യുന്നു? നേരിട്ട് കൊടുക്കുന്നവരും ലോകബാങ്ക് എന്ന സംഘടനയിലൂടെ കൊടുക്കുന്നു. ലോകബാങ്കിന്റെ ഭൂരിപക്ഷം മൂലധനവും ആരുടേതാണ്? അമേരിക്കയുടേതാണ്. അതുകൊണ്ട് അമേരിക്കയിൽ മേൽക്കോയ്മയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നോക്കാം. അപ്പോ ലോകത്തെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുക. അടിസ്ഥാന മൂലധനം വികസിത രാജ്യങ്ങളുടേതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആരുടേത്? അമേരിക്കയുടെ. തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്നത് ലോകബാങ്കാണ്. ലോകബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യ രാജ്യം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധാനന്തരം തകർത്ത് തരിപ്പണമായ ഫ്രാൻസ് ആണ്. ഫ്രാൻസും ബ്രിട്ടനും എല്ലാം തകർന്ന് തരിപ്പണമായി. എങ്കിലും ആദ്യം ലോൺ എടുത്ത ഫ്രാൻസ് ആണ്. ഓർമ്മിക്കാം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പോ ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതും അംഗരാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നതും ആരുടെ ചുമതലയാണ്? ആരുടെ പ്രവർത്തന ചുമതലയാണ്? ലോകബാങ്കിന്റെ. ലോകബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? ലോകത്തെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുക. തേർഡ് വിൻഡോ എന്ന വിശേഷണമുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് ലോകബാങ്ക്. ലോകബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ്. ലോകബാങ്കിന്റെ ഭരണത്തലവൻ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് പ്രസിഡന്റ് എന്നാണ്. ഈ പ്രസിഡന്റ് ആണ് നിയമിക്കപ്പെടുന്നത്.
എന്നിട്ട് പ്രസിഡന്റിനെ സഹായിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് തന്നെ ആരെ തിരഞ്ഞെടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും. ഓക്കെ. അപ്പൊ ലോകബാങ്കിന്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ വേണമെന്ന നിശ്ചയം ആരുടേതാണ്? പ്രസിഡന്റേതാണ്. തീരുമാനം പ്രസിഡന്റേതാണ്. ലോകബാങ്ക് പ്രസിഡന്റിനെ മാത്രമാണ് അവിടെ നിയമിക്കുക, അല്ലെ? ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കൻ പൗരനായിരിക്കും. അങ്ങനെ നിയമിക്കപ്പെട്ട ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂജിൻ മേയറും നിലവിൽ അജയ് ബാങ്കയുമാണ്. അജയ് ബാങ്ക ഇന്ത്യക്കാരനല്ലേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം. അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ നമ്മൾ ഇന്ത്യക്കാര് അതിൽ ഏറെ സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞു, അല്ലെ? ഇന്ത്യക്കാരനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യൻ വംശജരാണ് എന്ന് പറയുന്നതാണ് ശരി. കാരണം ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത്. മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അജയ് ബാങ്ക ഇന്ത്യൻ പൗരനാണോ? അല്ല, അമേരിക്കൻ പൗരനാണ്. അമേരിക്കൻ പൗരനായതുകൊണ്ടാണ് ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആയത്. അമേരിക്കൻ പൗരത്വം ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ പൗരത്വം അനുവദിക്കൂ? ഇല്ല. നമ്മൾ അതുകൊണ്ട് ഇന്ത്യൻ വംശജൻ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യൻ വംശജനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ വംശജനെ കണക്കാക്കാം. എന്നാൽ ഇന്ത്യൻ പൗരനാണോ? ഒരിക്കലുമല്ല. ഇന്ത്യൻ പൗരനായിരുന്നെങ്കിൽ അദ്ദേഹം ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആവോ? ഇല്ല. അത് ദയവായി ഓർമ്മിക്കുക. അപ്പൊ ലോകബാങ്കിന്റെ ഭരണത്തലവൻ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് പ്രസിഡന്റ് എന്നാണ്. ആ പ്രസിഡന്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കൻ പൗരനായിരിക്കും. കാരണം എന്താ? ലോകബാങ്കിന്റെ മൂലധനം ഭൂരിഭാഗം ആരുടേതാണ്? അമേരിക്കയുടേതാണ്. അങ്ങനെ നിയമിക്കപ്പെട്ട ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് യൂജിൻ മേയറും നിലവിൽ ആരാണ്? അജയ് ബാങ്കയുമാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രത്യേക ഏജൻസികളുണ്ടല്ലോ. അതിൽ ഒരു പ്രത്യേക ഏജൻസിയാണ് ലോകബാങ്ക്. ആ ലോകബാങ്കിന് 5 പ്രത്യേക ഏജൻസികളുണ്ട്. ലോകബാങ്കിന് എത്ര ഏജൻസികളുണ്ട്? 5 ഏജൻസികളുണ്ട്. അതായത് വിവിധ മേഖലകളെ വർഗീകരിച്ചിരിക്കുന്നു. ലോകബാങ്കിന്റെ പ്രവർത്തനം കുറച്ചുകൂടെ സുഗമമാക്കാൻ, കാര്യക്ഷമമാക്കാൻ ലോകബാങ്കിന്റെ പ്രവർത്തനത്തെ 5ആയി വേർതിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. 5 മേഖലകൾക്ക് വേണ്ടിയിട്ട് 5 ഏജൻസികൾ രൂപീകരിച്ചു. ഒന്ന്, അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. എന്താണ് ഉദ്ദേശം? തകർന്ന തരിപ്പണമായ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ആവശ്യമായി ലോകബാങ്ക് ലോൺ കൊടുക്കും. ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും ലോൺ കൊടുക്കും. അത് രാജ്യമോ ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശമോ എന്തോ ആയിക്കോട്ടെ. അത്തരം വായ്പ നൽകുന്നത് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കാണ്. 2, അന്താരാഷ്ട്ര വികസന സമിതി, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, IDA. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പുരോഗമനത്തിന് വേണ്ടി, കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ശ്രമിക്കുക, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി വായ്പ കൊടുക്കുന്ന ആരായിരിക്കും? അന്താരാഷ്ട്ര വികസന സമിതി. ഇനി 3, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ. ഒരു രാജ്യത്തിന് വ്യാവസായിക വികസനത്തിന് താല്പര്യമുണ്ട്. ആ വ്യാവസായ വികസനത്തിന് വേണ്ടിയിട്ട് കുറെ പ്രോജക്റ്റുകൾ അവരൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം വ്യാവസായിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ആരാണ്? അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. പിന്നെ പറയുന്നു ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി. ലോൺ കൊടുത്തോണ്ടിരുന്നാൽ മതിയോ? കാശ് വേണ്ടേ? കാശ് വേണം. അതുകൊണ്ട് നിക്ഷേപം സ്വീകരിക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ളതാണ് ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. പിന്നെ അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം. ഈ ഫണ്ട് ലോകബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ വരവ് തിരിച്ചു വരണ്ടേ? പലിശയാണെങ്കിലോ അങ്ങനെയൊക്കെ, അല്ലെ? ഇനി വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവും കൃത്യമായിട്ട് വരണ്ടേ? അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5ാമത്തെ ഏജൻസി അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ലോകബാങ്കിലേക്കുള്ള നിക്ഷേപവും ലോകബാങ്കിന്റെ നിക്ഷേപവും ഇതിനകത്ത് വരും. ഓക്കെ. അപ്പോ ലോകബാങ്കിന്റെ പ്രധാനപ്പെട്ട 5 ഏജൻസികൾ. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ തകർന്നു പോയി, അത് റീകൺസ്ട്രക്ട് ചെയ്യണം. അതിപ്പോ
പ്രത്യേകിച്ച് മാനവ ദുരന്തങ്ങൾ ഉണ്ടായതായിരിക്കാം. ചിലപ്പോൾ യുദ്ധക്കെടുതികൾ കാരണം തകർക്കപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ ദുരന്ത മേഖലകൾ, പ്രകൃതിദത്ത ദുരന്തങ്ങളാകാം, മഴയാകാം, ഭൂകമ്പമാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനൊക്കെ റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ട്, റീകൺസ്ട്രക്ഷൻ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കാണ് നൽകുക. അന്താരാഷ്ട്ര വികസന സമിതി നൽകുന്ന ഇപ്പോൾ അത്യാവശ്യം വികസനമുണ്ട്. കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്ന അന്താരാഷ്ട്ര വികസന സമിതി, വ്യാവസായികവൽക്കരണത്തിന് വേണ്ടി ലോൺ കൊടുക്കുന്നത്, വായ്പ കൊടുക്കുന്നത് അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ. മറക്കൂലല്ലോ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ലോകബാങ്ക് ഏജൻസികൾ പേര് മാത്രം പഠിച്ചാൽ മതി. ആ പേരിൽ തന്നെ എന്റെ കാഴ്ചപ്പാടുണ്ട്, കാണാതെ പഠിക്കാനില്ല. 5 പേരുകൾ മാത്രം പഠിച്ചു വെക്കാം. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അന്താരാഷ്ട്ര വികസന സമിതി, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ അല്ലേ? അപ്പൊ ലോകബാങ്ക് ഇതോടെ കഴിഞ്ഞു. നമുക്ക് ലോകബാങ്കും നമ്മൾ മറ്റൊരു ഏജൻസി എന്ന് പഠിച്ചല്ലോ, അതും പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? യെസ്, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യാം, എന്നിട്ട് ബാക്കി പഠിക്കാം. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1975 ജനുവരി 2 യുഎന്നിന്റെ പ്രത്യേക ഏജൻസിയായി മാറിയത് 2003 ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലെ മാഡ്രിഡ്. അംഗസംഖ്യ 160. ലക്ഷ്യം ആഗോളതലത്തിൽ ഉത്തരവാദിത്ത സുസ്ഥിര വികസന വിനോദസഞ്ചാരം ഉറപ്പുവരുത്തുക. പിന്നെ പറയുന്നു ബ്രെട്ടൻ വുഡ് സമ്മേളനം. ബ്രെട്ടൻ വുഡ് സമ്മേളനം നടന്നത് 1944 ജൂലൈ 1 മുതൽ 22 വരെ. സ്ഥലം വാഷിംഗ്ടൺ. 44 രാജ്യങ്ങളിൽ നിന്നായി 730 അംഗങ്ങളാണ് ഈ ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഇർവിൻ ഫിഷറും. പങ്കെടുത്ത ഇന്ത്യക്കാരെന്ന് പറയുന്ന RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, കൂടാതെ BK മദൻ എന്നിവർ. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ അഥവാ ബ്രെട്ടൻ വുഡ് സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ഈ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം രൂപം കൊണ്ട ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധി. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ലോകബാങ്ക്. ലോകബാങ്ക് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളിൽ ഒന്നുകൂടെയാണ്. സ്ഥാപിതമായത് 1945 ഡിസംബർ 27. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അവസാന അംഗം എന്ന് പറയുന്നത് അണ്ടോറ. ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി, വർക്കിംഗ് ഫോർ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ചുമതല ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു, കൂടാതെ അംഗരാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നു. ലോക വികസന റിപ്പോർട്ട് നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് അല്ലെ? റേറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ ഇത്ര ശതമാനം വളർച്ച നേടും എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? വാർത്തകൾ കാണാറില്ലേ? അത് തന്നെയാണ് ലക്ഷ്യം. ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുക. വിശേഷണം തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്നു. ലോകബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ലോകബാങ്കിന്റെ ഭരണത്തലവൻ പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ആണ് ലോകബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക അഥവാ നിയമിക്കുക. എന്നാൽ ലോകബാങ്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത് അഥവാ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കൻ പൗരനായിരിക്കും. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യത്തെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് യൂജിൻ മേയറും നിലവിലെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്കയുമാണ്. ലോകബാങ്കിന് 5 ഏജൻസികളുണ്ട് പ്രവർത്തനം സുഗമമാക്കാൻ. ഒന്ന് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അന്താരാഷ്ട്ര വികസന സമിതി, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. അടുത്ത നമുക്ക് പഠിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ അവസാനത്തെ സ്പെഷ്യൽ ഏജൻസി അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF. നിലവിൽ വന്നത് ലോകബാങ്ക് നിലവിൽ വന്ന അതേ ദിവസം തന്നെ 1945 ഡിസംബർ 27. പക്ഷെ പ്രാബല്യത്തിൽ വന്നത്, പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1. ലോകബാങ്കും IMF തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? സിമ്പിൾ ആണ് കേട്ടോ. ഇന്ത്യയിലെ ബാങ്കുകളും റിസർവ് ബാങ്കും ഒന്ന് നോക്കുക. ഇന്ത്യയിലെ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വായ്പ നൽകുന്നു
അത് ജനങ്ങൾക്കാകട്ടെ, സ്ഥാപനങ്ങൾക്കാകട്ടെ, എന്തിനും. അല്ലേ? ഇനി റിസർവ് ബാങ്കിന്റെ ജോലി എന്താ? റിസർവ് ബാങ്ക് ജനങ്ങൾക്ക് ലോൺ നൽകുമോ? ഇല്ല. റിസർവ് ബാങ്കിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുക. കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുക. കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുക. അതുപോലെ തന്നെ ലോകത്ത് സാധനങ്ങൾക്ക് വില ഉയർന്നാൽ, പണപ്പെരുപ്പമുണ്ടായാൽ, പണച്ചുരുക്കമുണ്ടായാൽ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക. ചുരുക്കി പറഞ്ഞാല് സാമ്പത്തിക സുസ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച വളർച്ച സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതേ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IMF എന്ന് പറയുക. അത്രയേ ഉള്ളൂ. അപ്പോ ലോകരാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കേണ്ടതും വിനിമയ മൂല്യം തീരുമാനിക്കുന്നതും ഒക്കെ ആരാണ്? IMF ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF നിലവിൽ വന്നത് 1945 ഡിസംബർ 27. പ്രവർത്തനം ആരംഭിച്ചത് 47 മാർച്ച് 1-നാണ്. ആസ്ഥാനം, ലോകബാങ്കിന്റെ ആസ്ഥാനം തന്നെ വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അവസാനം രാജ്യം എന്ന് പറയുന്നത് അണ്ടോറ. അണ്ടോറ IMF-ൽ അംഗമാകുന്നതെന്നാണ് 2020-ലുമാണ്. സെറ്റാണേ. അടുത്ത് പറയുന്നു ലക്ഷ്യം അന്താരാഷ്ട്ര വാണിജ്യ വികസനം. കൂടാതെ രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ. പിന്നെ സാമ്പത്തിക സഹകരണം. അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പിൻവലിക്കൽ അധികാരത്തിലൂടെ, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലൂടെ അധിക സാമ്പത്തികം പ്രദാനം ചെയ്യുക. ഫണ്ട് കൊടുക്കുന്നത് ലോകബാങ്കാണ്. അതിനുള്ള അനുമതി കൊടുക്കുന്നത് ആരാണ്? IMF ആണ്. ഓക്കെ. അപ്പൊ ലക്ഷ്യങ്ങള് അന്താരാഷ്ട്ര വാണിജ്യ വികസനം, രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ, സാമ്പത്തിക സഹകരണം, അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പിൻവലിക്കൽ അധികാരത്തിലൂടെ, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലൂടെ അധിക സാമ്പത്തികം പ്രദാനം ചെയ്യൽ. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ലല്ലോ. ലക്ഷ്യങ്ങളൊന്നുകൂടെ നമുക്ക് പറയാം. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അന്താരാഷ്ട്ര വാണിജ്യ വികസനം, രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ, സാമ്പത്തിക സഹകരണം, അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പിൻവലിക്കൽ അധികാരത്തിലൂടെ എന്ത് ചെയ്യുന്നു? അധിക സാമ്പത്തികം പ്രദാനം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി എന്താണ് വിശേഷണം? ഇന്ത്യയിലെ റിസർവ് ബാങ്കിനെ പോലെയെന്ന് നമ്മൾ പറഞ്ഞു. റിസർവ് ബാങ്കിനെ എന്തെന്ന് വിളിക്കും? ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് വിളിക്കും അല്ലെ? എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്കാണ്. എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്കാണ് എന്ത്? IMF. IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ലോകബാങ്കിന്റെ പ്രസിഡന്റ് അഥവാ ഡയറക്ടർ അഥവാ ചെയർമാൻ എപ്പോഴും അമേരിക്കക്കാരനാണെന്ന് പറയുന്നത് പോലെ IMFന്റെ ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് കാമില്ലെ ഗാട്ട് എന്ന ബെൽജിയംകാരൻ. ആദ്യത്തെ വനിതാ ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റീന ലഗാർദെ എന്ന ഫ്രാൻസിലെ വനിത. നിലവിലെ ക്രിസ്റ്റലീന ജോർജീവിയ എന്ന ബൾഗേറിയൻ വനിത. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ വനിത പോലും എന്ത് ചെയ്തേനെ? IMFന്റെ ഡയറക്ടർ ആയേനെ. പക്ഷെ കഴിയില്ല. അപ്പൊ IMFന്റെ ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. അത് പുരുഷനോ വനിതയോ ആയിക്കോട്ടെ, പൗരനായിരിക്കും. ആദ്യ ഡയറക്ടർ കാമില്ലെ ഗാട്ടാണ് ബെൽജിയംകാരൻ. ആദ്യത്തെ വനിതാ ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റീന ലഗാർദെ ഫ്രാൻസിലെ വനിതയാണ്. നിലവിൽ രണ്ടാമത്തെ വനിതയും നിലവിൽ ഡയറക്ടറുമായിരിക്കുന്നത് ക്രിസ്റ്റലീന ജോർജീവിയ എന്ന ബൾഗേറിയൻ വനിത. ഓക്കെ. ഒന്നുകൂടെ നമുക്ക് വിശ്വസിക്കാം. അപ്പോ IMFനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് കാമില്ലെ ഗാട്ടാണ് ബെൽജിയംകാരൻ. ആദ്യ വനിത IMFല് ഡയറക്ടർ സ്ഥാനം വഹിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ക്രിസ്റ്റീന ലഗാർദെ എന്ന ഫ്രഞ്ച് വനിത. നിലവിലെ രണ്ടാമത്തെ വനിതയാണ് രണ്ടാമത്തെ വനിതയാണ് നിലവിലെ വനിതയായ ക്രിസ്റ്റലീന ജോർജീവിയ എന്ന ബൾഗേറിയൻ വനിത. സെറ്റ് അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? IMFനെ കുറിച്ച് പൂർണ്ണമായിട്ട്
ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? IMF, അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF നിലവിൽ വന്നത് 1945 ഡിസംബർ 27. പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അവസാന അംഗം എന്ന് പറയുന്നത് അണ്ടോറ, അംഗമായത് 2020. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? അന്താരാഷ്ട്ര വാണിജ്യ വികസനം, രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ, സാമ്പത്തിക സഹകരണം. അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പിൻവലിക്കൽ അധികാരങ്ങളിലൂടെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലൂടെ അധിക സാമ്പത്തികം പ്രദാനം ചെയ്യും. വിശേഷണം എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് കാമിലെ ഗാട്ട് എന്ന ബെൽജിയംകാരൻ. ആദ്യത്തെ വനിതാ ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റീന ലഗാർദെ എന്ന ഫ്രഞ്ച് വനിത. നിലവിൽ രണ്ടാമത്തെ വനിതയാണ് ഡയറക്ടറായി സേവനം ചെയ്യുന്നത് ക്രിസ്റ്റലിന ജോർജീവ എന്ന ബൾഗേറിയൻ വനിത. സെറ്റ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? ഓക്കെ. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ UNWTO സ്ഥാപിതമായത് 1975 ജനുവരി 2. യുഎന്നിന്റെ പ്രത്യേക ഏജൻസിയായി മാറിയത് 2003. ഓക്കെ. പിന്നെ പറയുന്നു ആസ്ഥാനം മാഡ്രിഡ്, സ്പെയിനിലെ മാഡ്രിഡ് ആണ്. അംഗസംഖ്യ 160. ലക്ഷ്യം ആഗോളതലത്തിൽ ഉത്തരവാദിത്ത സുസ്ഥിര വികസന വിനോദസഞ്ചാരം ഉറപ്പുവരുത്തുക. ബ്രെട്ടൻ വുഡ്സ് സമ്മേളനം 1944 ജൂലൈ 1 മുതൽ ജൂലൈ 22 വരെ സംഘടിപ്പിക്കുന്നത് വാഷിംഗ്ടണിൽ വെച്ച്. അമേരിക്ക എന്ന രാജ്യത്തിന്റെ നേതൃത്വത്തിലാണ്. പങ്കാളിത്തം 44 രാജ്യങ്ങളിൽ നിന്നായി 730 അംഗങ്ങൾ പങ്കെടുത്തു. സമ്മേളനത്തിന് നേതൃത്വം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എർവിൻ ഫിഷർ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത 3 ഇന്ത്യക്കാർ RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, BK മദൻ എന്നിവർ. ഈ സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ അഥവാ ബ്രെട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ്. ലോകബാങ്കിനെ കുറിച്ച്. ലോകബാങ്ക് സ്ഥാപിതമായത് 1945 ഡിസംബർ മാസം 27. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അവസാന അംഗം എന്ന് പറയുന്നത് അണ്ടോറയാണ്. ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ചുമതല ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അംഗരാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നു. ലക്ഷ്യം ലോകത്തെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുക. തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്നത് ലോകബാങ്ക് തന്നെ. ലോകബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ലോകബാങ്കിന്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ആണ് ലോകബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുക അഥവാ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ലോകബാങ്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത് അഥവാ നാമനിർദ്ദേശം ചെയ്യുന്നത് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കൻ പൗരനായിരിക്കും. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് യൂജിൻ മേയർ എന്ന അമേരിക്കക്കാരൻ. നിലവില് അജയ് ബാങ്ക എന്ന അമേരിക്കൻ പൗരനായ അജയ് ബാങ്കയുടെ പൂർവികര് ഇന്ത്യൻ വംശജരായിരുന്നു. പക്ഷേ അജയ് ബാങ്ക് ഇന്ത്യൻ പൗരരല്ല. ലോകബാങ്ക് ഏജൻസികളെ കുറിച്ച്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അന്താരാഷ്ട്ര വികസന സമിതി, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്, അന്താരാഷ്ട്ര നാണയനിധി, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നിലവിൽ വന്നത് 1945 ഡിസംബർ 27 പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗരാജ്യങ്ങൾ 190. അവസാനം അംഗമായത് അണ്ടോറയാണ് 2020. ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ വികസനം, രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ മൂല്യം സംരക്ഷിക്കൽ, സാമ്പത്തിക സഹകരണം. അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പിൻവലിക്കൽ അധികാരങ്ങളിലൂടെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലൂടെ അധിക സാമ്പത്തികം പ്രദാനം ചെയ്യൽ. വിശേഷണം എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് കാമിലെ ഗാട്ട് എന്ന ബെൽജിയംകാരനാണ്. ആദ്യത്തെ വനിതാ ഡയറക്ടർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വനിതയായ ക്രിസ്റ്റീന ലഗാർദെ. നിലവിൽ രണ്ടാമത്തെ വനിതാ ഡയറക്ടറാണ്.
ക്രിസ്റ്റലിന ജോർജീവിയ എന്ന ബൾഗേറിയൻ വനിത. അപ്പൊ ഇതോടുകൂടി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ നമ്മൾ പൂർണ്ണമായും പഠിച്ചുറപ്പിച്ചു. നമ്മൾ സ്ഥിരമായി കാണുന്ന ഐക്യരാഷ്ട്രസഭയുടെ പല ഏജൻസികളും ഇതിനകത്തില്ലല്ലോ എന്നൊരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പേടിക്കേണ്ട. അതൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര ഏജൻസികളാണ്. പ്രത്യേക ഏജൻസികളല്ല, സ്വതന്ത്ര ഏജൻസി. ഫോർ എക്സാമ്പിൾ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന, അതുപോലെ തന്നെ അഭയാർത്ഥി കമ്മീഷൻ, അതുപോലെ തന്നെ അണുശക്തി സംഘടന, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ വികസന പദ്ധതി UNDP. UNDP നിങ്ങൾ സ്ഥിരം PSC പരീക്ഷയുടെ ചോദ്യത്തിൽ കാണുന്നതാണ് അല്ലെ. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന UNDPയും UNEPയും സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സമിതി അല്ലെ, പിന്നെ UN വിമൻ, ഇതൊക്കെ വരുന്നത് എന്താണ്? സ്വതന്ത്ര ഏജൻസികളായിട്ടാണ്. അവയെല്ലാം തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ. എത്ര പ്രത്യേക ഏജൻസികൾ? 15. ഈ പ്രത്യേക ഏജൻസികളുടെ കോർഡിനേഷൻ സമിതി ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഘടകമാണ്. എന്താണ്? സാമ്പത്തിക സാമൂഹിക സമിതി. ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതിയാണ് UN പ്രത്യേക ഏജൻസികളുടെ ഏകോപനം നിർവഹിക്കുക. ഓക്കെ, ഇനി മറ്റ് സ്വതന്ത്ര ഏജൻസികളുണ്ട്, അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. ബാക്കി അടുത്ത ക്ലാസ്. ബൈ ബൈ.